പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരുന്ന തെരഞ്ഞെടുപ്പിൽ പത്മവ്യൂഹത്തിൽ ആക്കാൻ ആ തരത്തിലാണ് കോൺഗ്രസിന്റെ നീക്കം. ഇപ്പോൾ അവിടേക്ക് പ്രിയങ്ക ഗാന്ധി നരേന്ദ്രമോദിക്കെതിരെ ഉത്തർപ്രദേശിലെ വാരണസിയിൽ മത്സരിക്കാനുള്ള സാധ്യത തെളിയുമ്പോൾ കോൺഗ്രസിന് മേൽ BJP ഇതര കക്ഷികളുടെ കൂട്ടായ്മ പ്രിയങ്ക ഗാന്ധിക്കായി ആവശ്യം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഉത്തർപ്രദേശിലെ വാരണസിയിൽ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി, കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള പ്രിയങ്ക ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ BJP ഇതര കക്ഷികൾ മുഴുവൻ പ്രിയങ്കയ്ക്ക് പിന്തുണ നൽകും എന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. അത്തരമൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ വാരണസിയിൽ നിന്ന് കടന്നുകൂടുക പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരിക്കലും എളുപ്പമാകില്ല. അദ്ദേഹം മറ്റൊരു മണ്ഡലം, ഈ കാര്യം അറിഞ്ഞത് മുതൽ BJPയും RSS നേതൃത്വവും അങ്കലാപ്പിലാണെന്നും അവർ മറ്റൊരു മണ്ഡലം നരേന്ദ്രമോദിക്കായി മറ്റൊരു മണ്ഡലം തേടിത്തുടങ്ങി എന്നുമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. BJPയെ ഇത്തരമൊരു സാഹചര്യം കടുത്ത പ്രതിരോധത്തിലാക്കുന്നു എന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുകയാണ്. അതിന് കാരണമായി പറയുന്നത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിലെ അമേഠിയിലാണ് മത്സരിക്കുന്നത്. അമേഠിയിൽ 3 ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷം എല്ലാ പ്രാവശ്യവും നേടിയിരുന്ന രാഹുൽ ഗാന്ധി 2014 സ്മൃതി ഇറാനി എന്ന പുതുമുഖ സ്ഥാനാർത്ഥി, BJPയുടെ പുതുമുഖ സ്ഥാനാർത്ഥിയോട് 1 ലക്ഷത്തിനടുപ്പിച്ച് ഭൂരിപക്ഷം മാത്രമാണ് വിജയിക്കാനായത്. അന്ന് സ്മൃതി ഇറാനി ഒരു ന്യൂ കമർ മാത്രമായിരുന്നു, ഏറ്റവും പുതുമുഖമാണ്, ആർക്കും അറിഞ്ഞുകൂടാത്ത ഒരു BJP സ്ഥാനാർത്ഥി. പക്ഷേ 3 ലക്ഷത്തിലധികം, 3 ലക്ഷം 4 ലക്ഷത്തിനടുപ്പിച്ച് ഭൂരിപക്ഷം നേടിയിരുന്ന 2 ലക്ഷവും 3 ലക്ഷവും 4 ലക്ഷവും അടുപ്പിച്ച് ആ മണ്ഡലത്തിൽ ഭൂരിപക്ഷം നേടിയിരുന്ന രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം, ചരിത്രത്തിലെ കുറഞ്ഞ ഭൂരിപക്ഷമായി 1 ലക്ഷത്തിനടുപ്പിച്ച് കൊണ്ടുവരാനായിട്ട് സ്മൃതി ഇറാനി എന്ന ന്യൂ കമ്മർക്ക് 2014 സാധിച്ചിരുന്നു. അപ്പോൾ ഈ 2019 എത്തുമ്പോൾ സ്മൃതി ഇറാനി കേന്ദ്രമന്ത്രിയാണ്. ആ മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷം അവർ നിതാന്തമായി ഇടപെടൽ നടത്തിയിരുന്നു, അവിടെ കൊണ്ടുവന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ. അപ്പോൾ രാഹുൽ ഗാന്ധി 2014 രാഹുൽ ഗാന്ധി എതിരിടാൻ വന്ന സ്മൃതി ഇറാനി അല്ല 2019 അമേഠിയിൽ മത്സരിക്കുന്നത്. BJPയുടെ ശക്തയായ നേതാവ്, BJPയുടെ ശക്തയായ കേന്ദ്രമന്ത്രി, അതോടൊപ്പം സാമൂഹിക ഇടപെടൽ നടത്തുന്ന ഏറ്റവും വലിയ വനിതാ വ്യക്തിത്വം എന്നുള്ള രീതിയിലാണ്. അവിടെ രാഹുൽ ഗാന്ധി പരാജയപ്പെടും എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ വരികയും, എന്നാൽ രാഹുൽ ഗാന്ധിക്കെതിരെ BSPയും SPയും അടക്കമുള്ള പ്രമുഖ രാഷ്ട്രീയ ശക്തികൾ അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തുകയും ചെയ്തില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. എങ്കിൽ പോലും രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം ഗണ്യമായി കുറയും എന്ന് തന്നെയാണ് കോൺഗ്രസും കണക്ക് കൂട്ടുന്നത്. അതിൽ നിന്നുള്ള ഒരു എസ്കേപ്പിസമാണ്, രക്ഷപ്പെടലാണ് കേരളത്തിലെ വയനാട് കോൺസ്റ്റിറ്റ്യുവൻസി എന്നുള്ളതാണ് BJPയുടെ ആക്ഷേപം. വയനാട്ടിലേക്ക് വരുമ്പോൾ അതിലെ ന്യൂനപക്ഷ രാഷ്ട്രീയവും BJP ഉയർത്തി കാണിക്കുന്നുണ്ട്. അമേഠി പോലുള്ള ഭൂരിപക്ഷ ഇടങ്ങളിൽ നിന്ന് രാഹുൽ ഗാന്ധി ഒളിച്ചോടി ന്യൂനപക്ഷത്തിന്റെ ചിറകിലേറാനാണ് വയനാട്ടിൽ വരുന്നത് എന്ന് BJPയുടെ ആക്ഷേപം. ഒപ്പം അവർ വെല്ലുവിളിച്ചത് കേരളത്തിൽ മത്സരിക്കാനാണ് രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചതെങ്കിൽ, ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസിന്റെ സ്വരം ശക്തിയും വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിച്ചതെങ്കിൽ എന്തുകൊണ്ട് മറ്റു മണ്ഡലങ്ങൾ തെരഞ്ഞെടുത്തില്ല? എന്തുകൊണ്ട് തിരുവനന്തപുരം തെരഞ്ഞെടുത്തില്ല? എന്തുകൊണ്ട് പത്തനംതിട്ട തെരഞ്ഞെടുത്തില്ല? എന്തുകൊണ്ട് കോൺഗ്രസിന്റെ മറ്റ് ശക്തി കേന്ദ്രങ്ങളായ തൃശൂർ തെരഞ്ഞെടുത്തില്ല, ചാലക്കുടി തെരഞ്ഞെടുത്തില്ല, കോട്ടയം തെരഞ്ഞെടുത്തില്ല? ഈ തരത്തിൽ നിരവധി ചോദ്യങ്ങൾ BJP ചോദിക്കുമ്പോൾ അമേഠിയിൽ ഇക്കുറി രാഹുൽ ഗാന്ധിയുടെ പരാജയമല്ല, രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം ഗണ്യമായി കുറയുമെന്നും BSPയും SPയും കൃത്യമായി അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിക്കഴിയുകയാണെങ്കിൽ സ്മൃതി ഇറാനി വിജയിക്കുമെന്നും BJP കണക്കുകൂട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ രാഹുൽ ഗാന്ധി അമേഠിയിൽ വിജയിക്കുന്നുണ്ടെങ്കിൽ അത് BSPയും SPയും അടക്കമുള്ള ഇതര കക്ഷികൾ, BJP ഇതര കക്ഷികൾ രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുന്നത് കൊണ്ട് മാത്രമാണ്. ഉത്തർപ്രദേശിലെ മറ്റു മണ്ഡലങ്ങളിലെ പോലെ അമേഠിയിലും കൃത്യമായ മത്സരം നടക്കുകയാണെങ്കിൽ ഇക്കുറി രാഹുൽ ഗാന്ധി പരാജയപ്പെടുമെന്നാണ് BJPയുടെ വാദം. സമാന വാദം തന്നെയാണ് കോൺഗ്രസ് ഉയർത്തുന്നത്. ഇപ്പോൾ വാരണസിയിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും കോൺഗ്രസ് അനുകൂല BJP ഇതര പാർട്ടികൾ എല്ലാവരും കൂടി ചേർന്നാണ്. നരേന്ദ്രമോദിക്കെതിരെ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ മറ്റു കക്ഷികളൊക്കെ സ്ഥാനാർത്ഥിയെ നിർത്തില്ല എന്ന് അവർ അറിയിച്ചു കഴിഞ്ഞു. അങ്ങനെ മറ്റു കക്ഷികളുടെ പിന്തുണ മുഴുവൻ പ്രിയങ്ക ഗാന്ധിക്ക് വരികയും നരേന്ദ്രമോദി വേഴ്സസ് പ്രിയങ്ക ഗാന്ധി അല്ലെങ്കിൽ കോൺഗ്രസ് വേഴ്സസ് BJP എന്നുള്ളത് വരികയും അതിനും അപ്പുറത്തേക്ക് ആന്റി BJP ഫോഴ്സസ്,
BJP വേഴ്സസ് ആന്റി BJP ഫോഴ്സസ് എന്നുള്ളതിൽ വാരണസിയിലെ മത്സരം കടുക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും വാരണസിയിൽ നരേന്ദ്രമോദിയുടെ പരാജയം ഉറപ്പിക്കാം എന്ന് തന്നെയാണ് BJP ഇതര കക്ഷികൾ കണക്കുകൂട്ടുന്നത്. അങ്ങനെ പരാജയം BJP തിരിച്ചറിയുന്നത് കൊണ്ടാണ് ഇവിടെ വാരണസിയിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി നരേന്ദ്രമോദി മറ്റൊരു മണ്ഡലം അന്വേഷിക്കുന്നതെന്നുള്ള പ്രചരണം വ്യാപകമായി കഴിഞ്ഞു. എന്തായാലും വാരണസിയിൽ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി നിശ്ചയിക്കുകയാണെങ്കിൽ താൻ മത്സരിക്കാൻ തയ്യാറാണ്, താൻ വെല്ലുവിളി സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു കഴിഞ്ഞു. പ്രിയങ്ക ഗാന്ധി കോൺഗ്രസിന്റെ ദേശീയ കോൺഗ്രസിന്റെ AICC ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളാണ്. മാത്രവുമല്ല കിഴക്കൻ UP-യിലെ ചുമതലക്കാരിയാണ്. ആ തരത്തിൽ വരുമ്പോൾ വാരണസി അവരുടെ പ്രയോറിറ്റിയിൽ വരുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ്. അവിടെ രാഹുൽ ഗാന്ധി പറഞ്ഞാൽ താൻ മത്സരിക്കും എന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞതിനു പിന്നാലെ തന്നെ BJP ഇതര കക്ഷികൾ BSPയും SP-യും മറ്റു കക്ഷികളും ഒക്കെ പ്രിയങ്ക ഗാന്ധിക്ക് പിന്തുണ നൽകുന്നു. അവർ പറയുന്നത് തങ്ങൾ സ്ഥാനാർത്ഥിയെ അവിടെ മണ്ഡലത്തിൽ നിർത്തുന്നില്ല എന്നുള്ള തരത്തിലേക്കാണ്. ഇത് അറിയുമ്പോഴാണ് BJP നരേന്ദ്രമോദിക്ക് മറ്റൊരു സുരക്ഷിത മണ്ഡലം തേടുന്നത്. അത് ഡൽഹി ആയിരിക്കും എന്നുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. അവിടെ BJP രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കാൻ വന്നപ്പോൾ ഏതൊക്കെ തരത്തിലാണോ ഭയപ്പെട്ട് ഒളിച്ചോടുന്നതിന്റെ പ്രചരണ സ്വരം ഉയർത്തിയിരുന്നത്, അതേ രീതിയിൽ ഇപ്പോൾ വാരണസിയിൽ പ്രിയങ്ക മത്സരിക്കാൻ എത്തുന്നതും അവിടെ നരേന്ദ്രമോദി മറ്റൊരു മണ്ഡലം തേടുന്നതും ഒക്കെ കോൺഗ്രസും ആയുധമാക്കുകയാണ്. ആ അർത്ഥത്തിൽ ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയം ഇങ്ങനെയുള്ള ചർച്ചകൾ വരുമ്പോൾ ഈ മാസം 29 ഇവിടെ നോമിനേഷൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. അതോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട് ഒരു അന്തിമമായ തീരുമാനം ഉണ്ടാകും. എന്തായാലും വാരണസി അത് പ്രിയങ്ക മത്സരിക്കാൻ എത്തും എന്നുള്ള വാർത്തകൾ വന്നതോടുകൂടി വാരണസി വലിയൊരു തെരഞ്ഞെടുപ്പ് പോർമുഖം തുറക്കുകയാണ്. നരേന്ദ്രമോദിയെ പത്മവ്യൂഹത്തിൽ തളച്ചിടുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുമ്പോൾ പത്മവ്യൂഹത്തിൽ രക്ഷപ്പെടാൻ സാധിക്കാത്ത വിധം തകർന്നടിഞ്ഞ അഭിമന്യുവിന്റെ റോളിലേക്ക് വാരണസിയിൽ ഈ നരേന്ദ്രമോദി മാറുമോ എന്നുള്ള ചോദ്യമാണ് രാഷ്ട്രീയ ലോകം ഉയർത്തുന്നത്. ആ തരത്തിൽ അഭിമന്യുവിന്റെ രക്തത്തിന് ദാഹിച്ചു നിൽക്കുന്ന പ്രിയങ്ക ഗാന്ധി ആ പത്മവ്യൂഹം ചമച്ച് ഒരുക്കുമ്പോൾ ആ പത്മവ്യൂഹത്തിൽ നിന്ന് പുറത്തു കടക്കാൻ ഈ നരേന്ദ്രമോദി എന്ന അഭിമന്യുവിന് RSSന്റെ സംഘപരിവാറിന്റെ BJPയുടെ അഭിമന്യുവിന് സാധിക്കുമോ എന്നുള്ള ചോദ്യവും രാഷ്ട്രീയ ലോകം ഉയർക്കെ ചോദിക്കുന്നു.